ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എല്ലാം തിങ്. നമ്മൾ ഇന്ന് പുതിയൊരു ലെസൺ ആണ് റിവിഷൻ ചെയ്യാൻ പോകുന്നത്. പാർട്ട് 1, ദറ്റ് ഈസ് ജിയോമെട്രി ആൻഡ് ഓൾജിബ്ര, ജ്യാമിതിയും ബീജഗണിതവും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഇൻ ദ ഫിഗർ കോർഡിനേറ്റ്സ് ഓഫ് 3 വെർട്ടിസസ് ഓഫ് പാരലോഗ്രാം ABCD ആർ ഗിവൺ. അതായത് ഒരു സാമാന്തരിക ABCDയുടെ 3 മൂലകളുടെ സൂചക സംഖ്യകൾ തന്നിട്ടുണ്ട്. വാട്ട് ആർ ദ കോർഡിനേറ്റ് ഓഫ് സി? സിയുടെ സൂചക സംഖ്യ എത്ര? കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ ഡയഗണൽ AC എന്ന വികരണത്തിന്റെ നീളം കണക്കാക്കുക. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ ഡയഗണൽ. ഈ രണ്ട് വികരണങ്ങളുടെയും ഇന്റർസെക്ട് ചെയ്യുന്ന ഖണ്ഡിക്കുന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യകൾ കണ്ടെത്തുക. ഓക്കെ, ഇതിന്റെ ആൻസർ കണ്ടെത്താം. എ, റൈറ്റ് ദ കോർഡിനേറ്റ് ഓഫ് സി. ഇവിടെ നോക്കിക്കേ, ഇവിടുത്തെ ഡിഫറൻസ് നോക്കിയേ. 12 മൈനസ് 7 എത്ര? 5. 7 മൈനസ് 5 ഈക്വൽസ് 2. എക്സിനോട് 5ഉം വൈയോട് 2ഉം കൂടി കൂട്ടിയാൽ മതി. ഇവിടെ 10 പ്ലസ് 5 15. ഇവിടെ 11 പ്ലസ് 2 13. അപ്പോൾ കോർഡിനേറ്റ് ഓഫ് സി ഈസ് 15, 13. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആൻസറായി. ഇനി രണ്ടാമത്തത് ഡയഗണലിൻ്റെ ഇവിടെ നമുക്ക് എഴുതാം 15, 13. ഡയഗണൽ ACയുടെ ലെങ്ത് അത് നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് ചെയ്യാം. ഓക്കെ, ഡയഗണൽ AC ഈക്വൽസ് root of 15 minus 7 whole square plus 13 minus 5 whole square equals root of 15 minus 7 is 8. 8 square plus here also 8. എത്ര വരും? root of 64 plus 64. അപ്പോൾ 2 64 ഇല്ലേ, നമുക്ക് 2 root 64 എന്ന് എഴുതാം. റൂട്ട് ഓഫ് 64 ഓക്കെ ഇങ്ങനെ എഴുതാം. റൂട്ട് ഓഫ് 128 ഈക്വൽസ് റൂട്ട് ഓഫ് 2 ഇൻറ്റു 64 എന്ന് എഴുതാം. എന്താണ്? റൂട്ട് ഓഫ് 64 ഈസ് 8 റൂട്ട് എന്ന് ആൻസർ കിട്ടും. ഇനി പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദ ഡയഗണൽസ്. ഇത് രണ്ട് ഡയഗണൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന മിഡ് പോയിന്റിലായിരിക്കും. ഇത് ബിയുടെ ആൻസറാണ്. The seed answer, point of intersection of the diagonals means midpoint of these A and C. So midpoint AC equals x1 plus x2 by 2, 15 plus 7 by 2, 13 plus 5 by 2 equals 22 by 2, 18 by 2. നമുക്ക് എന്താ കിട്ടുക ആൻസർ? 11 and 9. Both the diagonals intersect at point 11, 9. രണ്ടാമത്തെ ചോദ്യം, draw the coordinate axis and mark the points 2, 1 and 4, 3. Find the slope of the line joining these points. The center of a circle is 3, 2 and the coordinates of one end of its diameter is 1, 2. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ അതർ എൻഡ് ഓഫ് ദ ഡയമീറ്റർ. അതായത് അക്ഷങ്ങൾ വരച്ച് 2, 1, 4, 3 എന്നീ ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക. ഈ ബിന്ദുക്കളെ യോജിപ്പിക്കുന്ന വരയുടെ ചരിവ് കണക്കാക്കുക. വൃത്തത്തിൻ്റെ കേന്ദ്രം 3, 2 അതിൻ്റെ ഒരു വ്യാസത്തിൻ്റെ ഒരറ്റത്തെ ബിന്ദു 1, 2 ആയാൽ വ്യാസത്തിൻ്റെ മറ്റേ അറ്റത്തെ ബിന്ദുവിലെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുക. ഒന്നാമത്തെ ആൻസർ ആക്സസ് വരച്ച് 2, 1, 4, 3 അടയാളപ്പെടുത്തുക. 0, 1, 2, 3, 4. x dash, y dash. 1, 2, 3 ഏകദേശ വിലയാണ്. വാല്യൂസ് ഇങ്ങനെ മെഷർ ചെയ്തല്ല മാർക്ക് ചെയ്തിരിക്കുന്നത്. ഏകദേശ സ്ഥാനം അടയാളപ്പെടുത്തിയിരിക്കുക.
നിങ്ങൾ എക്സാമിനേഷന് ഗ്രാഫ് പേപ്പറിൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. 2 1 2 1 2ന് മുകളിൽ 1ന് നേർക്ക് 2 1 4 3 4ന് മുകളിൽ 3യുടെ നേർക്ക് 4 3. ഇതാണ് ഒന്നാമത്തെ ആൻസർ. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ ജോയിനിങ്. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യാം. ഈ ലൈൻ്റെ സ്ലോപ്പ് y2 minus y1 3 minus 1 by x2 minus x1 4 minus 2 2 by 2 slope is equal to 1. അതും കിട്ടി. ഇനി അടുത്ത മൂന്നാമത്തെ പാർട്ട്. ഒരു വൃത്തത്തിൻ്റെ കേന്ദ്രം 3 2. ഇനി അടുത്ത നമ്മൾ മൂന്നാമത്തെ പാർട്ടാണ് ചെയ്യുന്നത്. ഇത് മായ്ച്ചിട്ട് ചെയ്യാം. സി, അതായത് സെൻറ്റർ 3 2, ഡയമീറ്ററിന് എ ബി എന്ന് പേര് കൊടുത്ത ഒരു എൻഡ് 1 2 ആണെങ്കിൽ മറ്റേ എൻഡ് എത്ര നോക്കിക്കേ. 2 2. അപ്പോൾ വൈ കോർഡിനേറ്റ്, ദിസ് ഈസ് പാരലൽ ടു എക്സ് ആക്സിസ്, സോ വൈ കോർഡിനേറ്റ് ഈക്വൽ. ഇപ്പോൾ 3 minus 1 എത്ര 2, സോ 3 plus 2 5 2. ഇതാണ് മൂന്നാമത്തെ ആൻസർ 5 2. ഓക്കെ. മൂന്നാമത്തെ ചോദ്യം. The equation of a line is 2x plus y is equal to 5. If the x coordinate of a point on this line is 2, what is the y coordinate of this point? ചോദ്യം മനസ്സിലായോ? എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു വരയുടെ സമവാക്യം 2x plus y സമം 5 ആയാൽ അതിൻ്റെ x സൂചകസംഖ്യ y-യും ആയാൽ y സൂചകസംഖ്യ എന്താണ്? അപ്പോൾ നമുക്ക് സമവാക്യം തന്നിട്ടുണ്ട്. 2x plus y equals 5. എക്സ് തന്നിട്ടുണ്ട് എത്ര 2. അപ്പോൾ 2 into 2 plus y equals 5. 4 plus y is equal to 5. അപ്പോൾ y എത്ര? y is equal to 5 minus 4 equals 1. Therefore y is equal to 5 minus 4 equals 1. Therefore y coordinate is 1. ഇത്രയേ ഉള്ളൂ. വളരെ. നാലാമത്തെ ചോദ്യം. The equation of the line AB is 3x minus 2y equals 6. P is a point on the line. The line intersects the y-axis and the x-axis at B. What is the x-coordinate of A? What is the length of OA? What is the length of OB? The x-coordinate and y-coordinate of P are same. Find the coordinate of P. അതായത് എ ബി എന്ന വരയിലെ ഒരു ബിന്ദുവാണ് പി. എ ബി എന്ന വരയുടെ സമവാക്യമാണ് 3x minus 2y = 6 എന്നുള്ളത്. ഈ ലൈൻ, ഈ രേഖ y അക്ഷത്തെയും x അക്ഷത്തെയും ബിയിൽ ഗണിക്കുന്നു എങ്കിൽ എയുടെ സൂചകസംഖ്യകൾ ഏവ? ഒയുടെ നീളം എത്ര? ഒ ബിയുടെ നീളം എത്ര? എക്സ് അക്ഷത്തിൻ്റെയും വൈ അക്ഷത്തിൻ്റെയും വില പിയിൽ തുല്യമാണെങ്കിൽ പിയുടെ സൂചകസംഖ്യ ഏതൊക്കെ? ഇതാണ് നമ്മുടെ ചോദ്യം. തന്നിരിക്കുന്ന വിവരം അനുസരിച്ച് സമവാക്യം എഴുതിയിട്ടുണ്ട്, അക്ഷങ്ങൾ വരച്ചിട്ടുണ്ട്. ഈ എക്സ് 0 വൈ എത്രയായിരിക്കും? ഇതങ്ങ് 0. 2 minus 2y equals 6. y is equal to 6 by minus 2 minus 3. അപ്പോൾ ഇവിടെ ഒരു കോർഡിനേറ്റ് 0 minus 3 എന്നുണ്ട്. ഇനി y 0 ആയാൽ 3 0. അപ്പോൾ x എത്ര? 6 by 3. x is equal to 2. അപ്പം 2 0 എന്നിട്ട് നമുക്ക് അടയാളപ്പെടുത്താം. 0 minus 3. 0 minus 3 എന്ന് പേര് കൊടുക്കാം. 2 0 2 0 ഇവിടെ എടുക്കാം. 2 0 ബി എന്ന് പേര് കൊടുക്കാം. ജോയിൻ ചെയ്യുക, നീട്ടിക്കൊണ്ടുപോവുക. പി ഇസ് എ പോയിന്റ് ഓൺ ദിസ് ലൈൻ. ഇവിടെ എവിടെയെങ്കിലും ഒരു പി എന്ന പോയിന്റ് എടുക്കാം. ഇത്രയും കിട്ടി.
ഇനി നമുക്ക് എന്താണ് ഓരോ ചോദ്യത്തിനും ആൻസർ കണ്ടുപിടിക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഒന്നാമത്തെ ചോദ്യം, what are the coordinates of, what is the x coordinate of A? എയുടെ എക്സ് കോർഡിനേറ്റ് എന്താണ്? എയുടെ എക്സ് കോർഡിനേറ്റ് എന്താണ്? 0. അപ്പോൾ ആദ്യത്തെ ആൻസർ 0. പിന്നെ രണ്ടാമത്തത് എന്താണ് ചോദ്യത്തിൽ പറയുന്നത്? OAയുടെ നീളം എത്ര? ഇതല്ലേ OAയുടെ നീളം ചോദിച്ചിരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം O00 ഇവിടം തൊട്ട് 0 - 3 എത്ര യൂണിറ്റ് ആണ്? 3 യൂണിറ്റ് അല്ലേ? 00 to 0 - 3 അപ്പം 3 യൂണിറ്റ് 3. അടുത്ത C, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് OB? ഈ ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. 00 to 20 അപ്പം എത്ര? 2 യൂണിറ്റ്സ് അല്ലേ? ഇവിടെ നോക്കിക്കേ, y കോർഡിനേറ്റ് 0, അപ്പോൾ എക്സ് കോർഡിനേറ്റ് ഡിഫറൻസ് മാത്രം എടുത്താൽ മതി. ഇവിടെ എന്താണ്? എക്സ് കോർഡിനേറ്റ് സെയിം, അപ്പോൾ y കോർഡിനേറ്റ് ഡിഫറൻസ് എടുത്താൽ മതി. ഇവിടെ 2. സിയുടെ ആൻസർ 2. ഇനി ഇത് എക്സ് കോർഡിനേറ്റ് ആൻഡ് y കോർഡിനേറ്റ് ഓഫ് P ആർ സെയിം, ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് P. അപ്പോൾ ഇതിൽ എക്സിനും വൈക്കും എക്സ് ഇസ് ഈക്വൽ ടു വൈ, ഡി ആണ് ആൻസർ. എക്സും വൈയും ഈക്വൽ ആണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ വൈക്ക് പകരം എക്സ് തന്നെ കൊടുക്കാം. 2x = 6. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 6. എക്സ് 6 ആണെങ്കിൽ വൈയും 6 ആയിരിക്കും. അപ്പോൾ കോർഡിനേറ്റ് എന്തായിരിക്കും? 6, 6. കോർഡിനേറ്റ് ഓഫ് P ഈസ് 6, 6. ഇത്രയേ ഉള്ളൂ. 4 ചോദ്യത്തിൻ്റെയും ഉത്തരം കഴിഞ്ഞു. 5 മാർക്കിൻ്റെ ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ചോദ്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. അപ്പം ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത വീഡിയോയിൽ. ഓക്കെ.